ഇറങ്ങുന്നു. അതിന് ഫാസിൽ വന്നില്ലല്ലോ. അവൻ ഒന്ന് കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു. ജമന്തി ചെവിയും കേട്ടൂടെ? ജമന്തി എന്താ? എനിക്ക് പോണ്ടേ? പൊയ്ക്കോന്നേ. ഹെൽമെറ്റ് ഒക്കെ എടുത്താരുത്. എന്ത് പോകുമ്പോ ഞാനിങ്ങനെ മുമ്പിൽ കയറി നിക്കണോന്ന്. ഹെൽമെറ്റ് എടുത്ത് തരുന്ന ആരാ സാറിന്? അവനൊരു ജോലിക്കാ പോണ്, കറണ്ടിലെ പണിയെടുക്കാൻ. അങ്ങനെ കാലത്ത് പണിക്ക് പോകുമ്പോ അങ്ങനെ മോറ് കൊടുത്തിട്ടില്ല, ഓരോന്ന് കൊണ്ടു കൊടുക്കുക. ഒന്ന് ചിരിച്ച മുഖത്തോടെ കൊടുക്ക്. ഞാനല്ലല്ലോ ചിരിക്കാൻ നിൽക്കുന്നത്, ഏട്ടനല്ലേ എപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കുന്നത്. ഇന്നിപ്പോ എന്താ പ്രശ്നം? സ്നേഹം കുറഞ്ഞു. എനിക്ക് സ്നേഹം കുറവാണെന്ന്. അതെന്താ അങ്ങനെ വന്നേ? ആ സ്നേഹം കാണിക്കുന്നില്ല, അത് തന്നെ കാര്യം. ഈ സ്നേഹം കാണിക്കാനുള്ളതാണോ? ഈ സ്നേഹം ഉള്ളിലാണ് വേണ്ടത്. അത് ഇപ്പോഴത്തെ പ്രകടിപ്പിച്ചു കൊടുക്കാൻ കാര്യമില്ല. എന്താ വിഷയം? ക്ലീറ്റോ തങ്കത്തെ സ്നേഹിക്കുന്ന പോലെ ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല എന്ന്. ഇനിയിപ്പോ ഞാൻ അത് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ സ്നേഹിക്കുക. എന്ത് ഞാനൊന്നും പറയുന്നില്ല. ഒന്നും പറയാതിരിക്കുന്നല്ലേ? എന്താ ആൾക്കാരാന്നേ, ഒരു നാണം പോലല്ലേ. ഓ എനിക്ക് തൊലി പൊളിഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞ് വന്നായിരുന്നു. എന്തൊക്കെ ഞാനാ പറഞ്ഞില്ലേ, ആ പാർലറിലെ റിസപ്ഷനിൽ ഇരുന്ന് പെണ്ണ് പറയുകയാണ്, ചേട്ടൻ ഭാഗ്യം ചെയ്ത ആളാ, ചേച്ചിയുടെ കണ്ണ് അല്ലേ എന്ത് ഭംഗിയാന്ന്, ഇതുപോലത്തെ കണ്ണ് വേറെ അവര് കണ്ടിട്ടില്ലെന്ന്. നിന്റെ കണ്ണ് പോലെ. പതിവില്ലാണ്ട് അമ്പലത്തിലൊക്കെ അമ്പലത്തില് വിശേഷം എന്താന്ന് വെച്ചാല് ക്ലീറ്റ് എനിക്കൊരു തുലാഭാരം നേർന്നേക്കണു അമ്പലത്തില് നടത്താൻ പോയതാ. പഞ്ചാര ഉണ്ടോ അതോ ഉപ്പുണ്ടോ? പഞ്ചാര 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 കൊണ്ട് തന്നെ. ഒരുപാട് പൈസ ചെലവാവില്ലടാ. അമ്മാവാ, അതെ, എന്റെ ഭാര്യയുടെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി ഞാൻ കാശ് നോക്കാറില്ല. എനിക്ക് എന്റെ ഭാര്യ എന്റെ കുഞ്ഞുമൊക്കെ വലുത്. ഇടയ്ക്കൊക്കെ ഭർത്താവിന് ഇതേപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണം, തിരിച്ച് ഭർത്താവും. പിന്നെ നീ കണ്ടില്ലായിരുന്നോ? എന്ത്? ഞാൻ ആ ത്രാസിൽ കയറിയിരിക്കണ നീ കണ്ടല്ലേ? അപ്പൊ ചുമ്മാ കയറിയിരുന്നല്ലേ. ചുമ്മാ അങ്ങനെ കയറിയിരിക്കും ആരെങ്കിലും സമ്മതിക്കോ? താക്കളെ പോയി ഡ്രസ് മാറ്റി എടുപ്പോ. വൈകിട്ട് വേറെ ഫംഗ്ഷന് നമുക്ക് പോകണം, അപ്പോഴീ ഡ്രസ് ഇട്ടുകൊണ്ട് പോകണം. വൈകുന്നേരം നമ്മുടെ പുതിയ മോളില് ഒരു ദോശക്കട തുടങ്ങിയിട്ടുണ്ട്, അവിടെ പോയിട്ട് വൈകിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കണ ഡാഡി. അതിപ്പോ വൈകിട്ട് കഴിച്ചോളന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലേ പിന്നെ. ഇതൊട്ടും ശരിയായില്ലല്ലോ തങ്കം, നീ ശ്രദ്ധിച്ചില്ലേ? നോക്കിയാണ് അവിടെ ഏറ്റവും വലിയ പാർലറാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, ഇല്ലാത്ത പൈസയും കൊടുത്ത്. അമ്പലത്തിൽ പോയി വരുമ്പോ മറ്റേ ബാർബർ ഷോപ്പിലും പോയോ? അതല്ല, പുരികം വളർന്നിരിക്കുന്നേ. അപ്പൊ അത് ഞാൻ എടുക്കാൻ അങ്ങനെ പോവാറൊന്നും ഇല്ലല്ലോ. അപ്പൊ ക്ലീറ്റ പറയണ പുരികം പറിക്കാൻ, അങ്ങനെ പറിക്കാൻ പോയതാ. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഇത് എടുത്ത ഭയങ്കര ഭംഗിയാ. ഞാൻ പറഞ്ഞു പക്ഷെ ഇത് കറക്റ്റ് ആയില്ല, നമുക്ക് മോളിനടുത്ത് വേറൊരു വലിയ പാർലർ പറഞ്ഞുണ്ട്, അവിടെ പോയി എടുക്കാം. അന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് പോയാലോ? അല്ല, അത് ഇതിങ്ങോട്ട് വളരണ്ടേ, ഇത് കിളിക്കട്ടെ, കിളിച്ചിട്ടല്ലേ നമുക്കത് എടുക്കാം. ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോകും. തക്കളി ഇത് കൊണ്ടങ്ങ് വെച്ചപ്പോ കൊണ്ട് വെക്കാം അങ്ങോട്ട്. എന്താ അതെ, കുറച്ച് ബിരിയാണി, പിന്നെ ഒരു സാരി. ബിരിയാണി ഒക്കെ കഴിച്ചാ? ഞങ്ങൾ കഴിച്ച് ഹോട്ടലിൽ കയറി കഴിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് ഇട്ടപ്പോ ഇവക്ക് ഒരെണ്ണം കൂടെ കൊള്ളാം. സംഭവം വേറെ ഒന്നല്ല, അവിടെ ഇരുന്ന് എല്ല് കടിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞത് അതൊന്നും വേണ്ടെന്ന്. ക്ലീറ്റോന് പിന്നെ അതൊന്നും പറഞ്ഞ കാര്യമില്ല, നമുക്ക് ഇച്ചിരി ബിരിയാണി കഴിക്കണത് എന്താണ്. അമ്മ കഴിച്ചോ? വയറ് നിറഞ്ഞു. നന്നായി. അതിനൊക്കെ സാരി മേടിച്ചു തന്നെ. സാരി മേടിച്ചാ? ഞാൻ ഇറങ്ങാനായിരുന്നു, സമയമായി. പോവാൻ വരട്ടെ. ഇരിക്കട്ടളിയാ. അല്ല, അളിയൻ അവകാശപ്പെട്ടത്. ഞാൻ ഇന്നലെ അളിയൻ്റെ മേടിച്ചില്ലേ, കടം മേടിച്ചു. അതെ അതെ, ആദ്യമായിട്ടാണല്ലോ തിരിച്ചിരുന്നത്. അമ്മ അതിനുള്ള സംസാരം വേണ്ട, നമ്മൾ തമ്മിൽ ഇനി ഒരു ഇടപാടുകളും ഇല്ല. പിന്നെ അളിയന് പൈസ വല്ലതും വേണമെങ്കിൽ അങ്ങനെ കടം എന്നൊന്നും പറയണ്ട, ഞാൻ വേണേ വല്ലതും ചില്ലറ തരാം. എന്തിനും വേണോ? വേണ്ട, സന്തോഷം. ഒന്നും വേണ്ട, ജോലിയുണ്ട്. എന്നാ ശരിയെന്നാ.
പോട്ടെ എന്നാ പോട്ടെ. തങ്കം മറ്റേ ആവ് പറഞ്ഞതറിയോ ഇങ്ങോട്ട് പറയണ്ട. സത്യം അപ്പൊ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൻ ഇത്തിരി കൂടുതലാണോ എന്നൊരു സംശയം. കണ്ടോ, ഇങ്ങനെയാണ് ഭർത്താക്കന്മാര് ഭാര്യയെ സ്നേഹിക്കേണ്ടത്. അല്ലാതെ കുറെ അങ്ങോട്ട് ഒച്ച വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആളുകളൊക്കെ അങ്ങോട്ട് മിണ്ടാതിരുന്നോണം. എടാ അത് അവള് പറയണേലും കാര്യം. ക്ലീറ്റസ് തങ്കത്തിനെ സ്നേഹിക്കണ അത്ര ഇല്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ സ്നേഹം നീ കാണിക്കാറുണ്ട്. പറഞ്ഞു കൊടുക്കാം. നീ ഒരു കാര്യം ചെയ്യടാ, പോണതിൻ്റെ മുമ്പ് ആ മാവിന്റെ ചോട്ട് പോയിട്ട് ഒരു പാട്ട് പാടിയിട്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒന്നിങ്ങനെ ഡാൻസ് കളിക്കടാ, അവൾക്കൊരു സന്തോഷമാട്ടെ. ആ അത് നല്ലൊരു ഐഡിയ ആയിരുന്നു അല്ലേ. ഞാൻ സാരി എടുത്തിട്ട് വരട്ടെ. ഡേയ്, നിനക്ക് എന്തിനു കുഴപ്പം? നിനക്ക് എന്തിനു കുഴപ്പമാണ്? അവൾ അങ്ങനെ കാണിക്കുന്ന കരുതി അവന് പ്രാന്താണ്. ക്ലീറ്റോ ചേട്ടനല്ല ഭ്രാന്ത്, ഏട്ടനാ ഭ്രാന്ത്. ഇങ്ങനെ ഉള്ള സ്നേഹം മൊത്തം അങ്ങോട്ട് ഉള്ളിൽ അങ്ങോട്ട് കയറ്റി വെച്ചോ. ഞാൻ ചാവുമ്പോ അങ്ങോട്ട് ഒഴുക്കി അങ്ങോട്ട് വിട്ടാ മതി. എന്താ പിന്നെ മിണ്ടായിരുന്നല്ലോ ഇവിടെ. ഞാൻ മിണ്ടുന്നില്ല ഇനി തൊട്ട്. ഇതെന്താ ഇവിടെ എന്താ നടക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ എത്രയോ ഭാഗ്യവാനാ. കല്യാണം കഴിക്കാതിരുന്ന എത്ര നന്നായി. എന്റെ അളിയാ, സമ്മതിച്ചു.